വെറുപ്പിൽ വിരിഞ്ഞ പ്രണയം ഭാഗം 11. കല്യാണ തിരക്കും മറ്റുമായി കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. ലിയയുടെ ഉപ്പയും ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ലിയ കോളേജിൽ പോകാനും തുടങ്ങി. എങ്കിലും ഷാനുവിനും ലിയക്കും പരസ്പരം കാണാനുള്ള അവസരം ഒന്നും ഉണ്ടായില്ല. അവന്റെ കൂടെ ഓഫീസിലേക്ക് വരെ നൂറയും കൂടെ ഉണ്ടാകും. കൂടെ വരണ്ട എന്ന് പറഞ്ഞാൽ ഉമ്മയോടും ഉപ്പയോടും പരാതി പറയും. അങ്ങനെയാണ് അവളെ കൂടി ഓഫീസിലെ വർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഉപ്പ ആവശ്യപ്പെട്ടത്. ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് തന്നെ മറ്റ് കസിൻസും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ന്യൂറ, നീ വരുന്നുണ്ടോ? എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട്, വേഗം പോണം. അവൾ ഇറങ്ങാൻ താമസിച്ചതും വാച്ചിൽ നോക്കിക്കൊണ്ട് ഷാനു വിളിച്ചു പറഞ്ഞു. ദാ ഞാൻ വരുന്നു. ഒരു നീലങ്ത് ടോപ്പാണ് അവളുടെ വേഷം. ഇതെന്താ നൂറ, വല്ല പാർട്ടിക്കുമാണോ പോകുന്നത്? അവൻ ആ വസ്ത്രം ഇഷ്ടപ്പെടാത്തതുപോലെ പറഞ്ഞു. ഇതിനിപ്പോ എന്താ കുഴപ്പം? അല്ലാതെ ഓഫീസിൽ വരുമ്പോ സാരിയൊക്കെ ചുറ്റി വരാൻ പറ്റുമോ? അവൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചതും അവന്റെ മുഖം വീർത്തു. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ദേഷ്യത്തോടെ പറഞ്ഞ് വണ്ടിയെടുത്തു. ഓഫീസിലെത്തിയ ഉടനെ ഷാനു മീറ്റിംഗിന് കയറി. ന്യൂറയാവട്ടെ അവിടെ എത്തിക്കഴിഞ്ഞ ഫുൾ ജോളി മൂഡാണ്. ആരെയും മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. വർത്തമാനം പറഞ്ഞും റീൽസ് എടുത്തും അങ്ങനെ നടക്കും. മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വന്ന ഷാനു കാണുന്നത് തന്റെ പിയെയും കൂട്ടി ഡാൻസ് കളിക്കുന്ന ന്യൂറയാണ്. എന്താ ഇവിടെ നടക്കുന്നേ? വല്ല റിയാലിറ്റി ഷോയുമാണോ? കല്ല് തുള്ളിക്കൊണ്ടാണ് ഷാനുവിന്റെ ചോദ്യം. അവനെ കണ്ടതും ന്യൂറയും ഒന്ന് പേടിച്ചു. അത് പിന്നെ ഷാനു, ഞാൻ ചുമ്മാ ബോറടിച്ചപ്പോ, അവൾ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്കിങ്ങനെ കോപ്രായം കാണിക്കാനല്ല ഇവരെ ഇവിടെ ജോലിക്ക് നിർത്തിയത്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഓഫീസിലോട്ടൊന്നും കെട്ടിയെടുക്കണ്ടാന്ന്. അതെങ്ങനാ? അനുസരണ എന്നൊരു സാധനമില്ലല്ലോ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഴക്ക് പറഞ്ഞപ്പോൾ ന്യൂറയ്ക്ക് തൊലി ഉരിയുന്നത് പോലെ തോന്നി. ആദ്യമായാണ് അവൻ ഇങ്ങനെ ചൂടാകുന്നത് അവൾ കാണുന്നതും. എല്ലാം കൂടി ആയപ്പോൾ കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങി ഓടി. എന്നാ ഷാനു ആവട്ടെ അവളെ സമാധാനിപ്പിക്കാൻ പോയതുമില്ല. വീട്ടിലെത്തിയ ഉടനെ അവനെ ഉമ്മ വഴക്ക് പറഞ്ഞു. നീ എന്തിനാടാ നൂറ മോളെ അങ്ങനെയൊക്കെ പറഞ്ഞത്? അവിടെ നിന്ന് വന്നത് മുതൽ ഒരേ കരച്ചിലാ, പാവം. ആമിന സങ്കടത്തോടെ പറഞ്ഞു. ഇതുവരെ അവളൊന്നും കഴിച്ചിട്ടും കുടിച്ചിട്ടുമില്ല. നിന്റെ എളാപ്പയും അമ്മായും ഇവിടെ ഇല്ലാത്തത് നന്നായി, അല്ലെങ്കിൽ അവൻ എന്ത് വിചാരിച്ചേനെ? നൂറയുടെ ഉമ്മയും ഉപ്പയും കല്യാണം നടക്കുന്ന വീട് വരെ പോയിരിക്കുകയാണ്. അതിനു മാത്രമൊന്നും സംഭവിച്ചില്ല ഉമ്മ, അവളെ ഞാൻ സമാധാനിപ്പിക്കാം. അവൻ നേരെ ന്യൂറ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. അവൾ അവിടെ കമിഴ്ന്നു കിടക്കുകയായിരുന്നു. അവൻ അവൾക്കരികിലായി ഇരുന്നു കൊണ്ട് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചു. ന്യൂറ, എഴുന്നേൽക്ക്, എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അവൻ പറഞ്ഞപ്പോഴേക്കും അവൾ മലർന്നു കിടന്നു. ഞാൻ കരയുന്നത് എന്തിനാന്ന് ഷാനുവിനറിയില്ലേ? അവൾ മുഖം തുടച്ചുകൊണ്ട് ചോദിച്ചു. താൻ ഓഫീസിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്തപ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. പോരാത്തേനെ ഇന്നത്തെ മീറ്റിംഗിന്റെ പ്രഷറും എല്ലാം കൂടി ആയപ്പോ എന്റെ കയ്യിന്ന് പോയി. സോറി, നീ എഴുന്നേക്ക്, നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാം. നീ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് ഉമ്മ പറഞ്ഞു. അതുകൊണ്ട് നല്ല കുട്ടിയായി എണീറ്റ് വാ. അവൻ അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ വേണ്ടാത്തേ? ഒന്ന് വേഗം എണീക്ക് പെണ്ണേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അവൻ വയറ് തടവിക്കൊണ്ട് പറഞ്ഞു. ഞാൻ വരാം, പക്ഷേ താൻ എനിക്ക് വാരി തരണം. അയ്യേ, നീ എന്താ കൊച്ചുകുട്ടിയോ? അവൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. എന്നാ ഞാൻ വരുന്നില്ല. അവൾ വീണ്ടും കമിഴ്ന്നു കിടന്നു. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, നീ ഒന്ന് വന്നാ മാത്രം മതി. ഇല്ലെങ്കിൽ ഉമ്മ ഇന്നെന്നെ കൊല്ലും. അത്രയും പറഞ്ഞപ്പോഴേക്കും ഒരു കള്ളച്ചിരിയോടെ അവൾ എഴുന്നേറ്റ് അവനോടൊപ്പം നടന്നു. അപ്പോഴേക്കും ഉമ്മ ഭക്ഷണം വിളമ്പി വെച്ചിരുന്നു. ആ, മോളുടെ പിണക്കമെല്ലാം മാറിയോ? ആമിന അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതൊന്നും മാറിക്കിട്ടാൻ ഇനി ഫുഡ് ഞാൻ വായിൽ വെച്ച് കൊടുക്കണം പോലും. ഷാനുവാണ് മറുപടി പറഞ്ഞത്. അതിനെന്താ, നിനക്ക് കൊടുത്താലേ, അവൾ അന്യൊന്നുമല്ലല്ലോ, അല്ലേ മോളെ? ആമിന ന്യൂറയുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഷാനു ആദ്യ വാ അവൾക്ക് കൊടുത്തു. അത് കഴിക്കുമ്പോൾ
വയറിനേക്കാൾ നിറഞ്ഞത് അവളുടെ മനസ്സായിരുന്നു. അവൾക്ക് അവനോട് വല്ലാത്ത പ്രണയം തോന്നി. അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും പുരികമുയർത്തി എന്താണെന്നൊരു ചോദ്യം അവൻ കാണിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞു. അവൾ അടുത്ത ഉരുളക്കായി വാ തുറന്നു കൊടുത്തു. ഇത് എന്താ ഈ കാണുന്നേ? അങ്ങോട്ട് വന്ന ന്യൂറയുടെ ഉമ്മ ചോദിച്ചു. കണ്ടോ, നിങ്ങൾക്ക് പോലും തോന്നിയില്ലല്ലോ എനിക്ക് ഇങ്ങനെയൊന്ന് വാരിത്തരാൻ. എല്ലാത്തിനും എന്റെ ഷാനു വേണ്ടി വന്നു. അത് പറഞ്ഞവൾ അവന്റെ കവിളിലൊന്ന് നുള്ളി. അപ്പോ നീയാണോ അവളെ വഷളാക്കുന്നത്? പെണ്ണിന് എത്ര വയസ്സായിന്ന വിചാരം? നാളെ ഒരു വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടു പോകാനുള്ളതാ. എന്നിട്ട് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. ഉമ്മ അവളെ നോക്കി കളിയാക്കും പോലെ പറഞ്ഞു. അതിന് ആര് വേറെ വീട്ടിലേക്ക് പോകുന്നു? ന്യൂറ ഷാനുവിനെ നോക്കിക്കൊണ്ടാണ് ചോദിച്ചത്. എന്നാൽ ഈ സമയം അത്രയും ലേയുമായി ചാറ്റിങ്ങിലായിരുന്നവൻ അവൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോ എന്റെ മോക്ക് കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ലേ? അവളുടെ ഉപ്പയാണ് ചോദിച്ചത്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സമയമാകുമ്പോ ഞാൻ പറയാം. അപ്പോ രണ്ടുപേരും കൂടി അതങ്ങ് നടത്തി തന്നാ മതി. അതും പറഞ്ഞവൾ നാണത്തോടെ റൂമിലേക്ക് ഓടി. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും മാതാപിതാക്കളോട് എന്തൊക്കെയാ സംസാരിക്കേണ്ടത് എന്നറിയില്ല. നമ്മുടെയൊക്കെ സമയത്ത് ആദ്യ രാത്രിയുടെ അന്നാ ചെക്കനും പെണ്ണും ശരിക്കൊന്ന് കാണുന്നത് തന്നെ. ന്യൂറയുടെ ഉമ്മ താടിക്ക് കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇപ്പോ കാലം മാറിയില്ലേ എത്താ. അവർക്ക് ഇഷ്ടമുള്ള ആളെ അവര് തന്നെ കണ്ടെത്തും. നമ്മൾ അതങ്ങ് നടത്തി കൊടുക്കണം. ആമിന ന്യൂറയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. അതിന് പയ്യനെ നന്നാവണ്ടേ? നമ്മുടെ ഷാനുവിനെ പോലൊരു പയ്യനാണെങ്കിൽ ഒന്നും നോക്കാതെ അങ്ങ് കെട്ടിക്കാം. അതിനെന്താ ഷാനുവിനെ പോലെ എന്ന് പറയുന്നത്? ഷാനുവിനെ കൊണ്ട് തന്നെ കെട്ടിക്കാലോ. ആമിന ഒരേറെ എറിഞ്ഞു നോക്കി. അത് കേട്ടതും ന്യൂറയുടെ ഉമ്മയും ഉപ്പയും പരസ്പരം മുഖത്തോട്ട് നോക്കി. പിന്നെ സമ്മതമെന്നോണം ആമിനയുടെ അടുത്ത് വന്ന് കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്കും വേറൊന്നും ചിന്തിക്കേണ്ട. അത് കേട്ടതും ആമിനയ്ക്ക് സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. ഷാനു, നിനക്ക് സമ്മതമല്ലേ? ന്യൂറയുടെ ഉപ്പ ഷാനുവിനോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ ആമിനയ്ക്ക് ചെറിയൊരു പേടി തോന്നി. അവനെങ്ങാനും സമ്മതമല്ല എന്ന് പറഞ്ഞാലോ എന്ന് കരുതി. എന്നാൽ ചാറ്റിങ്ങിലായിരുന്ന ഷാനു മറ്റെന്തോ ആണെന്ന് കരുതി സമ്മതമാണെന്ന പോലെ തല കുലുക്കി. ലേയുമായി എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടായിരുന്നു അവൻ തലയാട്ടിയത്. അത് കണ്ടപ്പോൾ അവന് പൂർണ്ണ സമ്മതമായിരിക്കുമെന്ന് അവർ മൂവരും കരുതി. എന്നാൽ ഇതൊന്നും അറിയാതെ ഷാനു ഫുഡും കഴിച്ച് നേരെ റൂമിലേക്ക് പോയി. നാളെ കോളേജിൽ നിന്ന് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് അവർ ചാറ്റിംഗ് അവസാനിപ്പിച്ച് കിടന്നു. നാളെ അവളെ കണ്ട് സംസാരിക്കാം എന്നോർത്തപ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ പുതുമഴ പെയ്തതുപോലൊരു സുഖം അനുഭവപ്പെട്ടു. എന്നാൽ ഈ സമയം ഷാനു കല്യാണത്തിന് സമ്മതിച്ചതറിഞ്ഞ് ചാടിത്തുള്ളുകയായിരുന്നു ന്യൂറ. അവൾ ആഗ്രഹിച്ച ഒന്നും ഇതുവരെ നേടാതിരുന്നിട്ടില്ല. ഇതും താൻ ആഗ്രഹിച്ചതുപോലെ തനിക്ക് കിട്ടി എന്നതിലായിരുന്നു അവൾക്ക് കൂടുതൽ സന്തോഷം. പിറ്റേന്ന് രാവിലെ ഷാനുവിന് ചായ കൊണ്ടു കൊടുക്കാൻ ന്യൂറ തന്നെയാണ് പോയത്. അവൻ അന്നത്തെ പോലെ വർക്കൗട്ടിലായിരിക്കുമെന്ന് ഉറപ്പിച്ച് അവൾ നേരെ ബാൽക്കണിയിലേക്കാണ് പോയത്. ഊഹിച്ചതുപോലെ അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് അവനെ നോക്കുമ്പോൾ പതിവില്ലാത്തൊരു നാണം അവളെ പൊതിഞ്ഞു. ഷാനു, അവൾ തന്റെ ഉള്ളിലുള്ള പ്രണയത്തോടെയാണ് വിളിച്ചത്. തിരിഞ്ഞു നോക്കി അവൻ അവളെ കണ്ടതും ചായ അവിടെ വെച്ചോ എന്ന് മാത്രം പറഞ്ഞ് മുഖം തിരിച്ചു. അത് കണ്ടപ്പോൾ അവൾക്കാകെ വിഷമമായി. തന്റെ പ്രണയത്തെ പറ്റിയും കല്യാണത്തെ പറ്റിയുമൊക്കെ അവനോട് സംസാരിക്കാമെന്ന് കരുതി ആശിച്ചു വന്നതാണ്. എന്നാൽ ഇപ്പോ അവനൊന്ന് മൈൻഡ് കൂടി ചെയ്യാതിരുന്നപ്പോൾ അവൾക്കെന്തോ സങ്കടം വന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിൽ ചായക്കപ്പുമായി കണ്ണു തിരഞ്ഞു നിൽക്കുന്നവളെയാണ് കണ്ടത്. രാവിലെ തന്നെ തനിക്കിത് എന്തു പറ്റി? അവളുടെ അടുത്തേക്ക് വന്ന് അവൻ ചോദിച്ചതും ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവനൊന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഇവൾക്കിത് എന്ത് പറ്റിയെന്ന് അവന് മനസ്സിലായില്ല. ന്യൂറ, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? താൻ കരയാതെ കാര്യം പറ. എന്താ തനിക്ക് പറ്റിയത്? അവൻ അവളെ ബലമായി പിടിച്ചു മാറ്റിക്കൊണ്ട് ചോദിച്ചു. ഷാനു എന്തിനാ
എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കിക്കൊണ്ടായിരുന്നു അവൾ അത് ചോദിച്ചത്. ഞാൻ എപ്പോഴാ നിന്നെ അവോയ്ഡ് ചെയ്തതെന്നായി പറയുന്നേ? ആ ചായ അവിടെ വെക്കാൻ പറഞ്ഞതിനാണോ? അയ്യേ, ഇത്രയുള്ളൂ നീ? ഞാൻ കരുതി നീ വലിയ തന്റേടെ ആയിരിക്കുമെന്ന്. ഇതിപ്പോ ഷഹാനേക്കാളും കഷ്ടാണല്ലോ. ഷാനു എന്നോട് പറയുന്നതിൽ ചെറിയൊരു ടോൺ മാറിയാലും എനിക്ക് വിഷമമാകും. അവൾ പറയുന്നത് കേട്ടതും അവനൊന്ന് ചിരിച്ചു. ഇനി ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല, ഫുൾ ആക്ഷൻ മാത്രമായിരിക്കും. പറഞ്ഞാലല്ലേ ടോൺ മാറിയെന്ന് പറഞ്ഞ് നിനക്ക് സങ്കടം വരുള്ളൂ. ഇതാകുമ്പോ ഒന്നും പ്രശ്നമില്ലാലോ. കളിയായി അവൻ പറഞ്ഞതും അവന്റെ നെഞ്ചിൽ ആനൊരു കുത്തു കൊടുത്തവൾ. ആ എന്റെ പെണ്ണെ, എനിക്ക് നല്ല വേദനയായി കേട്ടോ. അത് കേട്ടതും അവൾ താൻ കുത്തിയ ഭാഗത്ത് ഒന്ന് തടവി കൊടുത്തു. നിന്റെ പിണക്കവും പരാതിയും ഒക്കെ തീർന്നെങ്കിൽ ഞാൻ ആ ചായ ഒന്ന് കുടിച്ചോട്ടെ? അവനത് പറഞ്ഞതും അവൾ ആ ചായ അവന് നേരെ നീട്ടി. അവനത് കുടിക്കുന്നത് അവൾ നോക്കി നിന്നു. ന്യൂറ, ന്യൂറ! ഷഹാന വിളിക്കുന്നത് കേട്ടാണ് ന്യൂറ അവിടെ നിന്നും ഇറങ്ങിയത്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? കല്യാണം പോയിട്ട് ഒരു എൻഗേജ്മെന്റ് പോലും കഴിഞ്ഞില്ല, അപ്പോഴേക്കും റൂമിൽ തന്നെ ആയോ? കളിയായി അവൾ പറഞ്ഞതും നാണം കൊണ്ട് ന്യൂറ തല താഴ്ത്തി നിന്നു. ഒന്ന് പോടി, അവൾ പറഞ്ഞു. അയ്യടി, പെണ്ണിന്റെ നാണം നോക്ക്, ഷഹാന ന്യൂറയുടെ കവളിൽ പിടിച്ചു ചോദിച്ചു. ഈ സമയം താഴെ ചർച്ച നടക്കുകയായിരുന്നു. ഷാനുവിന്റെ പേരൻസും ന്യൂറയുടെ പേരൻസും തമ്മിൽ. കല്യാണമാണ് വിഷയം. അപ്പോഴാണ് അങ്ങോട്ട് മറിയുമ്മ വരുന്നത്. അവരെ കണ്ടതും മക്കളെല്ലാവരും ചേർന്ന് അവരെ വിളിച്ചിരുത്തി. ഉമ്മ, ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഷാനുവിന്റെ ഉപ്പയാണ് പറഞ്ഞു തുടങ്ങിയത്. അതെന്താ മോനെ, എല്ലാവർക്കും കൂടി ഇങ്ങനെ സന്തോഷിക്കാനും മാത്രം എന്താ കാര്യം? അവർ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. അത് പിന്നെ ഉമ്മ, നമ്മുടെ ന്യൂറയുടെ കല്യാണക്കാര്യമാണ്. ആയിഷയാണ് പറഞ്ഞത്. ന്യൂറ മോളുടെയോ? ആരാ ചെറുക്കൻ? ഇതെപ്പോ കണ്ടുപിടിച്ച്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഉമ്മാമ പരിഭവത്തോടെ പറഞ്ഞു. അത് പിന്നെ ഉമ്മ, ഇന്നലെ രാത്രിയാണ് എല്ലാം തീരുമാനിച്ചത്. ഉമ്മ നല്ല ഉറക്കായിരുന്നു, അതുകൊണ്ട് വിളിക്കേണ്ടത് ഞാനാ പറഞ്ഞേ, അബ്ദുള്ള പറഞ്ഞു. ആയിക്കോട്ടെ, നീ പയ്യനാരാണെന്ന് പറഞ്ഞില്ലല്ലോ, ഉമ്മാമ ആകാംക്ഷയോടെ ചോദിച്ചു. അത് പിന്നെ ഉമ്മാക്ക് നന്നായി അറിയുന്ന പയ്യൻ തന്നെയാണ്, ന്യൂറയുടെ ഉപ്പ പറഞ്ഞു. അതാരാണപ്പാ എനിക്കറിയുന്ന പയ്യൻ? മറിയമ്മ മൂക്കിന് മുകളിൽ വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അത്ര ആലോചിക്കാനൊന്നുമില്ലമ്മ, ആള് നമ്മുടെ ഷാനുവാണ്. നമ്മുടെ ഷാനുവോ? കേട്ടത് വിശ്വസിക്കാനാവാതെ അവർ ചോദിച്ചുപോയി. ആ ഉമ്മ, നമ്മുടെ ഷാനു തന്നെ. ന്യൂറ മോൾക്ക് അവനോടൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. അപ്പോ അവനോടും ചോദിച്ചു. അവനും സമ്മതമാണെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമായി, ആമിന ഉത്സാഹത്തോടെ പറഞ്ഞു. അവനെ സമ്മതമാണെന്ന് പറഞ്ഞോ? ഉമ്മാമ ഒരു ഞെട്ടലോടെ ചോദിച്ചു. അവൻ തന്നെയാണ് സമ്മതം പറഞ്ഞത്. അവളെ ഈ വീട്ടിലേക്ക് തന്നെ കൊടുക്കുമ്പോൾ ഞങ്ങൾക്കും അതൊരു ആശ്വാസമാണ്. ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് അവൾ മാത്രമല്ലേ ഉള്ളൂ. അവളെ കെട്ടിച്ചു കൊടുക്കുന്ന കാര്യത്തിലായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ടെൻഷൻ. ഇനിയിപ്പോ അത് വേണ്ടല്ലോ, സ്വന്തം വീട്ടിലേക്ക് തന്നെയല്ലേ അവൾ വരാൻ പോകുന്നത്. അത് പറയുമ്പോൾ ആയിഷയുടെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു. മക്കളെ, നിങ്ങൾ പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഷാനു ന്യൂറ മോളെ അവന്റെ പെങ്ങളായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാ. മറിയമ്മ പറഞ്ഞത് കേട്ടതും എല്ലാവരുടെയും മുഖം മങ്ങി. അവർക്കറിയാം ഷാനുവിന് ലേയോടുള്ള പ്രണയം എത്രത്തോളം ഉണ്ടെന്ന്. അങ്ങനെയുള്ള അവൻ ഈ കല്യാണത്തിന് ഇത്ര പെട്ടെന്ന് സമ്മതിച്ചു എന്ന് കേട്ടപ്പോൾ അവർക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഉമ്മ എന്തൊക്കെയായി പറയുന്നേ? അവനോടുകൂടി ചോദിച്ചിട്ടല്ലേ ഞങ്ങൾ തീരുമാനിച്ചത്. പിന്നെ എന്താ? ഷാനുവിന്റെ ഉമ്മയാണ് ചോദിച്ചത്. ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അവർ തന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ ആവാതെ നിന്നു. അപ്പോഴാണ് റെഡിയായി ഷാനു താഴേക്ക് വന്നത്. എന്താണ് ഒരു വട്ടമേശ സമ്മേളനം? കാര്യമായ ചർച്ചയാണല്ലോ. പറ, ഞാനും കൂടി അറിയട്ടെ. നീയും കൂടി അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത് നീ തന്നെ നിന്റെ ഉമ്മാമയോട് പറഞ്ഞു മനസ്സിലാക്ക്. ആമിയ ഇത്തിരി അരിശത്തോടെയാണ് പറഞ്ഞത്.
അതെന്ത് കാര്യ? അവനൊന്നും മനസ്സിലായില്ല. മോനെ, നീയും നൂറമോളും തമ്മിലുള്ള കല്യാണക്കാരൻ പറഞ്ഞപ്പോ ഉമ്മ പറയാ നിനക്കവൾ പെങ്ങളെ പോലെയാണെന്ന്. ഉമ്മാക്കറിയില്ലല്ലോ ഇന്നലെ രാത്രി നീ കൂടി സമ്മതിച്ചിട്ടാ ഞങ്ങൾ ഈ തീരുമാനമെടുത്തത് എന്ന്. ഇടുത്തിയ പോലെയാണ് ആ വാക്കുകൾ ഷാനുവിന്റെ കാതിൽ പതിച്ചത്. കേട്ടതൊന്നും സത്യമാവരുത് എന്ന് പ്രാർത്ഥിച്ച് അവൻ ഒന്നുകൂടി എന്താ എന്ന് ചോദിച്ചു. ഇന്നലെ നൂറെ മോളെ കല്യാണം ചെയ്യാൻ നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ നീ ആണെന്ന് തലയാട്ടി പറഞ്ഞില്ലേ? അവൾക്കും നിന്നോടൊരിഷ്ടമുണ്ടെന്ന് ആദ്യമേ എനിക്ക് തോന്നിയിരുന്നു. ആമിന അത് പറയുമ്പോൾ ഷാനുവിനെ ഒന്ന് നോക്കി. അവനാവട്ടെ ആകെ തല പെരുക്കുന്നത് പോലെ തോന്നി. ആരോടും ഒന്നും അങ്ങോട്ടും ചോദിക്കാനും പറയാനും വയ്യാത്ത അവസ്ഥയിലായിപ്പോയി. ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് അത്യാവശ്യമായി ഒരാളെ കാണാനുണ്ട്. അതും പറഞ്ഞ് ഷാനു അവിടുന്ന് ഇറങ്ങി. ഇവനിതെന്തു പറ്റി? അബ്ദുള്ള ചോദിച്ചു. ചിലപ്പോ നാണം കൊണ്ടായിരിക്കും, ആമന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നും മനസ്സിലാവാതെ ആകെ അസ്വസ്ഥയായ മനസ്സോടെയാണ് ഷാനു ഓഫീസിലെത്തിയത്. ഇന്ന് ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫയൽസ് നോക്കാനുണ്ട്. സർ, ഇതാണ് നമ്മുടെ പുതിയ പ്രോജക്റ്റിന്റെ ഫയൽ. സാറൊന്ന് ചെക്ക് ചെയ്ത് സൈൻ ചെയ്യണം. കുറച്ച് ഫയലുകൾ അവന് മുന്നിലായി നിരത്തി വെച്ചുകൊണ്ട് PA പറഞ്ഞു. എന്നാൽ ഷാനുവാകട്ടെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ എല്ലാം സൈൻ ചെയ്തു. സാർ എന്താ ഈ കാണിക്കുന്നേ? കറപ്ഷൻസ് ഉണ്ടോന്ന് പോലും നോക്കാതെയാണോ സൈൻ ചെയ്യുന്നേ? അയാൾ അത് പറഞ്ഞതും ദേഷ്യം കൊണ്ട് ഷാനു ഫയൽസ് എല്ലാം വലിച്ചെറിഞ്ഞു. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പണി? കുറെ വർഷമായില്ലേ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? എന്നിട്ട് ഇപ്പോഴും കറപ്ഷൻ ആയിട്ടുള്ള ഫയൽസും കൊണ്ടാണോ എഴുന്നള്ളുന്നത്? അവൻ അയാളോട് കയർത്തു. സർ, ഇമ്പോർട്ടന്റ് ഫയൽസ് ആയതുകൊണ്ട് ഒന്നുകൂടി ചെക്ക് ചെയ്തോട്ടെ എന്ന് ഓർമ്മിപ്പിച്ചതാ. സോറി സാർ. അയാൾ പെട്ടെന്ന് തന്നെ ആ ഫയൽസ് എല്ലാം എടുത്ത് പുറത്തേക്കിറങ്ങി. ഷാനുവിനാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല. താൻ എപ്പോഴാണ് അവരോട് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞത് എന്ന് അവൻ എത്ര ആലോചിച്ചിട്ടും ഓർമ്മ വന്നില്ല. അതാണ് അവനെ കൂടുതൽ ഭ്രാന്തനാക്കുന്നതും. കണ്ണടച്ച് കസേരയിൽ ചാരിയിരുന്ന് അവൻ ഇന്നലത്തെ സംഭവങ്ങൾ ഓർത്തെടുത്തു. അപ്പോഴാണ് താൻ ലിയയുമായി ചാറ്റ് ചെയ്ത സമയത്ത് ഉമ്മയും മറ്റുള്ളവരും സംസാരിച്ചത് ഓർമ്മ വന്നത്. ലിയ നാളെ കാണാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ എന്ന് പറഞ്ഞ് തലയാട്ടിയപ്പോഴാണ് എളാപ്പ എന്തോ ചോദിച്ചത്. അതിനും ചേർത്താണ് താൻ ഉത്തരം പറഞ്ഞത് എന്ന് അവനിപ്പോൾ മനസ്സിലായി. ഇനി ഞാൻ എന്ത് ചെയ്യും റബ്ബേ? എല്ലാവരും ഇപ്പോ വലിയ സന്തോഷത്തിലാണ്. അവരോടൊക്കെ എങ്ങനെ ഞാനിത് പറഞ്ഞു മനസ്സിലാക്കും? അവനെ ആലോചിക്കും തോറും തല പെരുക്കുന്നതായി തോന്നി. രാവിലെ നൂറെ അങ്ങനെ സങ്കടപ്പെട്ടപ്പോൾ തന്റെ നെഞ്ചിലേക്ക് ചാനപ്പോൾ അവളുടെ മനസ്സിൽ എന്നോട് അങ്ങനെയൊരു ഇഷ്ടമായിരുന്നോ? എന്നാൽ താൻ അവളെ പെങ്ങളെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചതും. ഓർക്കുന്തോറും അവന് വല്ലായ്മ തോന്നി. എങ്ങനെയെങ്കിലും നൂറയെ പറഞ്ഞു മനസ്സിലാക്കണം എന്നവൻ തീരുമാനിച്ചു. മനസ്സ് ശരിയല്ലാത്തതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്നും ഇറങ്ങി. കോളേജിൽ ലഞ്ച് ബ്രേക്ക് ടൈം ആയതുകൊണ്ട് കുറച്ചു സമയം ലിയയെ ഫോൺ ചെയ്തു. ലാസ്റ്റ് പീരീഡ് ക്ലാസ് ഒഴിവാക്കി ബീച്ചിലേക്ക് വരാനും പറഞ്ഞു. അവൾ ബീച്ചിലെത്തുമ്പോൾ ഷാനു അവിടെ തിരമാലയിലേക്കും നോക്കിയിരിപ്പുണ്ടായിരുന്നു. എന്താണ് തിരമാലയുടെ എണ്ണം എത്ര കിട്ടി? കളിയായി ചോദിച്ച് അവൾ അടുത്തിരുന്നപ്പോഴാണ് അവൻ ചിന്തകളിൽ നിന്നും ഉണരുന്നത്. താനെന്താണോ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഞാനിങ്ങനെ ചുമ്മാ, അവൻ അലസമായി പറഞ്ഞു. തനിക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ? അവൾ അവന്റെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതാ. തന്റെ നെറ്റിയിലുള്ള അവളുടെ കൈ പിടിച്ച് അവളുടെ വിരലുകളിലേക്ക് അവന്റെ വിരൽ കോർത്തുകൊണ്ട് അവൻ പറഞ്ഞു. തന്റെ ഉപ്പാക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആൾ ഓക്കെ അല്ലേ? ഇപ്പൊ എല്ലാം ഓക്കെ ആയി വരുന്നു. താൻ അന്ന് സഹായിച്ചിരുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെ? അതിന് തന്നോട് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. അവൾ അത് പറഞ്ഞപ്പോൾ
ഒരു തുള്ളി കണ്ണുനീർ അവന്റെ കയ്യിലേക്കെത്തി. താൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തത് എന്റെ കടമയാണ്. നിന്റെ ഉപ്പ എന്റെയും കൂടിയല്ലേ. അത് പറഞ്ഞവൻ അവളെ തന്റെ നെഞ്ചോട് അടക്കി പിടിച്ചു. ഇങ്ങനെ സെന്റി അടിക്കാനല്ല തന്നെ കാണണമെന്ന് പറഞ്ഞത്, എനിക്കിത്തിരി സന്തോഷം തരാനാ. അവൾ അത് കേട്ട് ഞെട്ടിക്കൊണ്ട് പിടിഞ്ഞു മാറി. സന്തോഷോ? അത് ഞാനെങ്ങനെ തരാനാ? അവൾ അവരുദ്ദേശിച്ചത് മനസ്സിലാവാതെ ചോദിച്ചു. അത് പിന്നെ ദാ ഈ റോസാപ്പൂ ഇതളുകൾ എനിക്ക് തന്നാ മാത്രം മതി. അതും പറഞ്ഞവൻ അവളുടെ ചുണ്ടുകൾ രണ്ട് വിരലുകൾക്കിടയിൽ കൂട്ടിപ്പിടിച്ച് കൊതിയോടെ നോക്കി. അയ്യേ! അതും പറഞ്ഞവൾ തന്റെ ചുണ്ടിൽ നിന്നും അവന്റെ കൈ തട്ടി മാറ്റി. എന്തേ? അപ്പൊ ഞാൻ സന്തോഷിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലേ? അവനൊരു പിണക്കത്തോടെ പറഞ്ഞു. മോനെ, ഇപ്പോ ഉള്ള സന്തോഷമൊക്കെ മതി കേട്ടോ. സന്തോഷം കൂടിയാലും പ്രശ്നമാണ്. കേട്ടിട്ടില്ലേ, കൂടിയാൽ അമൃതും വിഷമാണെന്ന്. അതും പറഞ്ഞവൾ പൊട്ടിച്ചിരിച്ചു. ഓ പിന്നെ, വേണ്ടെങ്കി വേണ്ട. അതും പറഞ്ഞ് ഷാനു മുഖം തിരിച്ചിരുന്നു. പിണക്കാണോ? അവൾ അവന്റെ മുഖം തന്നിലേക്കായി തിരിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കാരോടും പിണക്കമൊന്നുമില്ല. എന്നിട്ടാണോ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? അവൾ അവന്റെ കവിളിലൊന്ന് കുത്തി നോക്കി. ദേ നോക്ക്, ബലൂൺ പോലെയുണ്ട്. ഇനിയും വീർപ്പിച്ചിരുന്ന അത് പൊട്ടിപ്പോകും. അത്രയും പറഞ്ഞപ്പോഴേക്കും അടക്കി നിർത്തിയ ചിരി അവനിലൊഴുകി. നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? അവളോട് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവൻ അവൾക്കായി തന്റെ കൈ നീട്ടി. അവളും അതിൽ പിടിച്ച് എഴുന്നേറ്റു. നേരെ അടുത്തുള്ള ഐസ്ക്രീം വണ്ടിക്കരികിൽ പോയി. ചേട്ടാ, 2 ഐസ്ക്രീം, ചോക്ലേറ്റ് ഫ്ലേവർ മതി. അവളാണ് പറഞ്ഞത്. തനിക്കും അത് തന്നെയാണോ? അവൾ സംശയത്തോടെ ചോദിച്ചു. തന്റെ ഇഷ്ടം എന്താണോ അത് തന്നെയാണ് എന്റെയും. ഒരു കള്ളച്ചിരിയോടെയാണ് അവനത് പറഞ്ഞത്. ഐസ്ക്രീം ഒക്കെ കഴിച്ച് കുറച്ചു നേരം സംസാരിച്ചിരുന്നപ്പോഴാണ് ടൈം കുറേയായത് അവൾ ശ്രദ്ധിച്ചത്. അയ്യോ, ടൈം കുറേയായി. ഇനിയും ലേറ്റായാ ശരിയാവില്ല. അവൾ പോകാൻ ധൃതി കൂട്ടി. അവനും അത് ശരിയാണെന്ന് തോന്നി. തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ആരെങ്കിലും കണ്ടാലോ? പേടിയോടെ അവൾ പറഞ്ഞു. എന്നാ ഞാൻ പോട്ടെ. അവനോട് യാത്ര പറഞ്ഞ് അവൾ പോകുന്നത് നോക്കി അവൻ അങ്ങനെ നിന്നു. അവൾ അടുത്തുള്ളപ്പോൾ കുറച്ച് ആശ്വാസമുണ്ടായിരുന്നു. ഇനി വീട്ടിലേക്ക് ചെന്ന് എന്ത് പറഞ്ഞ് ഈ കല്യാണം മുടക്കുമെന്നവൻ ഓർത്തു. എങ്ങനെയെങ്കിലും നൂറിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അവളായിട്ട് ഈ കല്യാണത്തിൽ നിന്നും ഒഴിഞ്ഞാൽ പിന്നെ തനിക്ക് പേടിക്കാനൊന്നുമില്ല. പിന്നെ എല്ലാം ഒന്ന് കെട്ടടങ്ങിയാൽ മെല്ലെ ലീയുടെ കാര്യം അവതരിപ്പിക്കുകയും ചെയ്യാം എന്നവൻ മനസ്സിൽ കരുതി. എല്ലാ കണക്കുകൂട്ടലുകളോടെയും അവൻ അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു.